വാർത്ത കണ്ടല്ലോ അല്ലേ? ഇപ്പോൾ സൈബർ അതെ. ഇടങ്ങളിൽ ഈ KJ ഷൈൻ ടീച്ചർക്കെതിരെ നിരന്തരമായി ഇത്തരം സൈബർ ആക്രമണങ്ങൾ നടക്കുന്നു. വിമൻസ് അസോസിയേഷൻ ഈ കാര്യത്തിൽ ആരോടൊപ്പമാണ് നിൽക്കുന്നത്? ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഇപ്പൊ മാങ്കൂട്ടത്തിനൊക്കെ സൈബർ അറ്റാക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോ ഇത് ഏകപക്ഷീയമായിട്ടല്ല, ഇത് പൊതുവിൽ. പക്ഷെ എന്തായാലും അറ്റാക്ക് എന്ന് പറയുന്നത് ഈ വക കാര്യങ്ങളില് മെൻസ് അസോസിയേഷൻ നിലപാട് ഇതെല്ലാം വളരെയധികം വേദനിപ്പിക്കുന്നതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് ഈ എന്ന് വെച്ചാൽ മുഖമില്ലാത്തവരാണ് കൂടുതലും എന്ന് പറഞ്ഞാൽ വ്യാജ അക്കൗണ്ടുകൾ വഴിയാണ് സൈബർ അറ്റാക്ക് നടക്കുന്നത്. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും പല മേഖലയിലുള്ളവർക്കും ഇങ്ങനെ ഈ സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്. അതിൽ വേദനിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിനിമാ നടന്മാർക്കെതിരെ എത്രയോ, ഈ അമ്മ സംഘടനയിലുള്ള നടന്മാർക്കെതിരെ എത്രയോ ആരോപണങ്ങൾ വന്നു. ആ സമയത്തൊക്കെ അവരെ ഒരുപാട് തേജോവധം ചെയ്തില്ലേ? അപ്പൊ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഇപ്പൊ രാഹുൽ നാളെ പാലക്കാട് എത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഇനി എന്താണ് നിങ്ങളുടെ നിലപാട്? നമ്മുടെ നിലപാട് ആദ്യമേ പറഞ്ഞത് തന്നെയാണ്. അദ്ദേഹം നിയമസഭയിൽ വന്നിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇനി പാലക്കാട് പോകും. പാലക്കാട് പോകേണ്ടത് തന്നെയാണല്ലോ. അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അവർ തീർച്ചയായിട്ടും അവിടെ പാലക്കാട് പോകണം. അവരുടെ ജനങ്ങളുടെ കാര്യങ്ങൾ അദ്ദേഹം അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് വിജയകരമായിട്ട് കാര്യങ്ങൾ പോകണം. അതിന് പൂർണ്ണ പിന്തുണ മെൻസ് അസോസിയേഷൻ എന്ന് മാത്രമല്ല കോൺഗ്രസിലുള്ള എല്ലാ പ്രവർത്തകരും, അത് VD സതീശൻ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് സംരക്ഷിച്ച് നടത്തണം. കാരണം ഇന്ന് അദ്ദേഹത്തിനാണെങ്കിൽ നാളെ അടുത്തൊരാളിനാണ്. അപ്പൊ പുരുഷന്മാർക്കെതിരെ ഈ ആരോപണങ്ങൾ സ്ഥിരം ഉണ്ടല്ലോ. ഈ അപൂർവമായിട്ട് മാത്രമേ സ്ത്രീകൾക്ക് ഈ ആരോപണങ്ങൾ വരുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ സ്ത്രീകൾക്ക് വരുമ്പോൾ കൊള്ളും, പക്ഷെ പുരുഷന്മാർക്കാണെങ്കിൽ അവർ അനുഭവിച്ചുകൊള്ളണം എന്നുള്ളതാണ്. ആ നിലപാട് തെറ്റാണ്. ആർക്കായാലും ശരി, ആരോപണങ്ങൾ ആരുടെ പേരിൽ വന്നാലും അത് തികച്ചും നീചമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതങ്ങനെ വരാൻ പാടില്ല. ഈ ഇത്തരം ആരോപണങ്ങൾ, അതായത് ഇപ്പൊ ഈ KJ ഷൈൻ ടീച്ചറിനെതിരെ വന്ന ആരോപണങ്ങൾ, ഇതിപ്പോ അവിടെ 2 പുരുഷന്മാർ മാനസികമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ഒരു സ്ത്രീയും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് അവർ പറയുമ്പോഴും. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. പുരുഷന്മാർക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉണ്ടാവുമ്പോ അത് എല്ലാ മാധ്യമങ്ങളും നല്ലതുപോലെ എടുത്ത് അലക്കുന്നുണ്ട്. ഇതുപോലെ സ്ത്രീകൾക്ക് വരുന്നത് ഒറ്റപ്പെട്ട ടീച്ചറാണ്, ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ്. അതിൽ വേദനിച്ചിട്ട് കാര്യമില്ല. ഈ ആരോപണങ്ങൾ വരുമ്പോ ആരോപണ വിധേയർ നേരിടുക തന്നെ വേണം. അത് ശക്തമായിട്ട് അവർ ഇപ്പൊ പരാതി SP ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, വനിതാ സെല്ലിലെന്തോ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടികൾ ഉണ്ടാവട്ടെ. കാരണം അത് ഇപ്പോ അവര് ആരോപിക്കുന്നതെന്ന് പറഞ്ഞാല് പ്രതിപക്ഷ നേതാവ് അറിയാതെ, VD സതീശൻ അറിയാതെ കേസ് ഇതുണ്ടാകില്ല എന്നുള്ളതാണ് പുള്ളിക്കാരി പറയുന്നത്. തീർച്ചയായിട്ടും VD സതീശൻ ആയാലും ഇനി വേറെ ഏതെങ്കിലും നേതാവായാലും ഇതെല്ലാം ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ആരോപണങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒരാളിനെ തേജോവധം ചെയ്യുന്നൊരു ഏർപ്പാടെ നിർത്തേണ്ടത് തന്നെയാണ്. അത് സ്ത്രീകൾക്ക് ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരുമ്പോൾ അത് പർവ്വതീകരിച്ച് കാണുകയും മറ്റുള്ള ഈ പുരുഷന്മാർക്കെതിരെ വന്നു കഴിഞ്ഞാൽ അവനത് അനുഭവിക്കേണ്ടതാണ് എന്നുള്ള കാഴ്ചപ്പാട്, ആ മനോഭാവം പൊതുവിൽ തെറ്റാണ്. അതിന്റെ ആവശ്യമില്ല. എല്ലാവരും അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ സമൂഹത്തിൽ പുരുഷനായാലും സ്ത്രീ ആയാലും ജീവിക്കുന്നത്. അപ്പോ അഭിമാനത്തിന് കോട്ടം വരുത്തുന്ന കാര്യങ്ങൾ പാടില്ല തന്നെയാണ്. ഇപ്പൊ KJ ഷൈൻ ടീച്ചർ പറയുന്നത് ലൈംഗിക വൈകൃതമുള്ള ഒരു MLA രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തന്റെ പേരിൽ ഇത്തരം ഒരു വ്യാജ കഥകൾ പ്രചരിപ്പിക്കുന്നത് എന്നാണ്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് തന്നെയാണ് ഈ വ്യാജ പരാതി എന്ന് പറയുമ്പോ, ഇപ്പോ ലൈംഗിക വൈകൃതം എന്ന് പറയുമ്പോ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ആരെയാണ്? മാങ്കൂട്ടത്തിനെയാണ്. ഇപ്പോ അദ്ദേഹത്തെ ഈ ടീച്ചറിനെ ആരോപിക്കാമോ? അത് ചെയ്യുന്നത് തെറ്റല്ലേ? കാരണം ഒരു പരാതി പോലും ഇല്ലല്ലോ നിലവിൽ. അദ്ദേഹത്തിനെതിരെ ഒരു പരാതി കൊടുത്തിട്ടില്ല, വ്യക്തമായിട്ടൊരു FIR ഇട്ടിട്ടില്ല. അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തെയും ഈ ടീച്ചർ ആരോപിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും ലൈംഗിക വൈകൃതം എന്ന് പറയുമ്പോൾ എന്ത് വൈകൃതമാണ്? അങ്ങനെയാണെങ്കിൽ മറുഭാഗത്ത് നിൽക്കുന്ന പെൺകുട്ടിയും ലൈംഗിക വൈകൃതം ഉള്ള ആളല്ലേ? അതാദ്യം നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പോ അദ്ദേഹത്തെ രക്ഷിക്കാനെന്നല്ല, സ്വാഭാവികമായിട്ട് ഒരെണ്ണം അങ്ങോട്ടിടുമ്പോ തിരിച്ചിപ്പുറത്തൊന്നും വരും. അത് സ്വാഭാവികം തന്നെയാണ്. അപ്പോ അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. അത് രാഷ്ട്രീയം ഇപ്പൊ കലർത്തിയാലും, രാഷ്ട്രീയ പൊതുവിൽ
ഏതെങ്കിലും സ്ഥാനത്ത് തിളങ്ങി നിൽക്കുന്നവർക്കെതിരെയാണല്ലോ ആരോപണങ്ങൾ വരുന്നത്. അല്ലാത്തവർക്ക് ആരോപണങ്ങളൊന്നും ഉണ്ടാവാറില്ല. അത് ഉണ്ടായാൽ തന്നെ അത് പുറംലോകം അറിയാറുമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ആ ടീച്ചറും അത് പറയാൻ പാടില്ല, അവരത് പറയാൻ പാടില്ല. രാഹുൽ മാങ്കൂട്ടം വൈകൃതക്കാരനാണെന്ന്, ലൈംഗിക വൈകൃതം ഉള്ള ആളാണെന്ന് ഇവർക്ക് എങ്ങനെ അറിയാം? അപ്പോ പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിനെ എങ്ങനെ തെറ്റു പറയാൻ പറ്റും? സുപ്രീം കോടതി പോലും അംഗീകരിച്ച കാര്യമല്ലേ. അപ്പോ ഇതൊക്കെ സമൂഹത്തിൽ തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് തന്നെയാണ് കൊടുക്കുന്നത്. അത് പാടില്ലാത്തത് തന്നെ. പക്ഷെ അങ്ങനെ അത്തരത്തിൽ കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പല സ്ത്രീകളും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് തങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ചും അല്ലെങ്കിൽ തങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേരിട്ട അനുഭവങ്ങളെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അത് കാണാതിരിക്കാനോ കേൾക്കാതിരിക്കാനോ കഴിയുമോ? ഇത് ഈ വേടനെതിരെ ഒരു ആരോപണം ഉണ്ടായല്ലോ. ഇപ്പൊ ഒരു യുവ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, എന്തായിരുന്നു പറഞ്ഞത്, ലൈംഗിക വൈകൃതമുള്ള ഒരാളെന്നാണ്. അതിന്റെ ഓപ്പോസിറ്റ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. വിവാഹം കഴിക്കുക എന്ന് വെച്ചാൽ അദ്ദേഹം പിന്മാറി, വിവാഹത്തിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലൈംഗിക വൈകൃതമുള്ള ഒരാളിനെ എങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത്? അപ്പൊ ഈ പറയുന്നതിൽ തന്നെ തെറ്റല്ലേ. ഈ വേടനെതിരെ അത്രയും വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. പക്ഷെ കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കുകയും നടപടികൾ എന്തായാലും അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ എന്താ പറയാ, പ്രണയബന്ധത്തിലായിരിക്കുമ്പോ ഉണ്ടാകുന്ന ശാരീരിക ബന്ധം, അതിനെ കുറച്ചു നാൾ കഴിഞ്ഞിട്ട്, വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ലേ ആരോപണമായിട്ട് വരുന്നത്. അത് തെറ്റ് തന്നെയാണ്. അപ്പൊ ഈ വർഷങ്ങൾ കഴിഞ്ഞ് ആരോപണവുമായിട്ട് വരുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. സ്ത്രീയായാലും പുരുഷനായാലും ആരോപണം നേരിടുന്നത് ന്യായമായിട്ടുള്ള കാര്യമല്ല എങ്കിൽ അതിനെ മെൻസ് അസോസിയേഷൻ അവരുടെ വിമർശിക്കുകയാണ് ചെയ്യും. ഹലോ, ഈ മെൻസ് അസോസിയേഷന്റെ നിലപാടുകൾ, അതായത് ഇരയ്ക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്ന നിലപാട്, ഇത് ശരിയായ കാഴ്ചപ്പാടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇര ആരാണ് ഇതില്? ഇര ഭൂരിഭാഗവും പുരുഷന്മാരാണ് ഇരയാകുന്നത്. നമ്മള് ഏതെങ്കിലും ആരോപണം ഒരു സ്ത്രീ ഉന്നയിച്ചു കഴിഞ്ഞാൽ അവരെയാണ് നമ്മള് എല്ലാ മാധ്യമങ്ങളും നമ്മുടെ സർക്കാരും എല്ലാവരും ഇരയാക്കി വെച്ചേക്കുന്നത് ഈ സ്ത്രീയായിരിക്കും. സ്ത്രീയല്ല. ഇവിടെ മാങ്കൂട്ടത്തിനാണ്, മാങ്കൂട്ടമാണ് ഇര. അദ്ദേഹം ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചവരൊക്കെ തിരിച്ച് സല്ലപിച്ച് മാധ്യമങ്ങളിൽ വന്ന് തുള്ളിച്ചാടി റീൽസും ചെയ്ത് നടക്കുകയല്ലേ. നമ്മൾ ആദ്യം മനസ്സിലാക്കണ്ടേ, ഇപ്പൊ ഈ നിലവിലുള്ള ഇര രാഹുൽ മാങ്കൂട്ടമാണ്. അതുപോലെ തന്നെ ഈ ആരോപണ വിധേയൻ എന്ന് പറയുമ്പോ, ഈ ആരോപണം ഉന്നയിക്കുമ്പോ പുരുഷന്മാർക്കെതിരെയാണല്ലോ ആരോപണം വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ സിനിമാ നടന്മാർക്കെതിരെ ആരോപണം ഉണ്ടായി, അവരെല്ലാം അമ്മ സംഘടന രാജിവെച്ച് പോകേണ്ടി വന്നു. അപ്പൊ ഇര ആരാണ്? അവരൊക്കെ ഈ ആരോപണം ഉന്നയിച്ച ആളാണോ? മീനു മുനീർ ഇപ്പൊ എവിടെയാണ്? അവരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ? മനസ്സിലായില്ലേ? അപ്പം ആരോപണം ഉന്നയിക്കുന്നവർ പക്ക ക്രിമിനലുകളാണ്. അവർ ഈ സമൂഹത്തിന് തെറ്റായിട്ടുള്ള മെസ്സേജാണ് കൊടുക്കുന്ന പുതു തലമുറയ്ക്ക്. അപ്പൊ ഞങ്ങള് ഈ ആൺപെണ്ണ് വ്യത്യാസം നോക്കിയിട്ടല്ല, ചില സ്ത്രീകളുടെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് അനുകൂലമായിട്ട് നമ്മൾ നിൽക്കാറുണ്ട്. നിൽക്കുന്നില്ല എന്നൊന്നും പറയാൻ പാടില്ല. പുരുഷന്മാർക്ക് ഇവിടെ ആരോപണം കൂടുതൽ പുരുഷന്മാർക്കെതിരെയാണ്. അവരാണ് ഇര. ഇരയോടൊപ്പം തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് റിനി ഇരയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഈ നടി എന്ന് പറയുന്ന റിനി എങ്ങനെയാണ് ഇരയാകുന്നത്? അപ്പൊ അതിന്റെ ഇര എന്ന് പറഞ്ഞ മാങ്കൂട്ടം തന്നെയാണ്. അദ്ദേഹത്തെ ആത്മഹത്യയുടെ വക്കോളം എത്തിച്ചില്ലേ? അദ്ദേഹത്തിന്റെ ജീവിതം തകർത്തില്ലേ? അപ്പം ഇര ആരാണ്? ഇര പുരുഷനാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് ഇരയായിക്കൊണ്ടിരിക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ കണക്കെടുത്ത്, ഇന്ത്യയിലായാലും കേരളത്തിൽ നോക്കിയാലും അത് പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്. 83% എന്തായി? 73 കിടന്ന് ഇപ്പോ 83% ഇപ്പോഴത്തെ കണക്കിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും പുരുഷന്മാർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്ത്രീകളല്ല. അപ്പൊ ഇവർക്ക് ആരോപണം ഉന്നയിച്ചിട്ട് ഒന്ന് വൈറലാവാം, മാധ്യമങ്ങളെല്ലാവരും അവരുടെ പുറകെ ഉണ്ടാവും. വൈറലായി ഇന്ന് വരെ ഈ റിനിയെ നമുക്കറിയാവും. അപ്പൊ ഈ ഇര എപ്പോഴും പുരുഷന്മാർ തന്നെയാണ്. വേട്ടക്കാരികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിൽ. വളരെ നന്ദി.